10-15 വർഷമായിട്ട് ഇതുപോലത്തെ ഒരു ശുശ്രൂഷയും ഇതുപോലത്തെ ഒരു ക്ലാസ്സും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു ധ്യാനത്തിന് പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ ഉള്ളിൽ നല്ലൊരു വിടുതൽ അനുഭവിക്കാൻ പറ്റി, നല്ല സമാധാനം എനിക്ക് ലഭിച്ചു. അതുപോലെ എൻ്റെ ശരീരത്തിലെ പെയിൻ എല്ലാം കുറയുവാനിടയായി. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. നാളുകൾക്ക് മുമ്പ് എനിക്ക് ഇരുന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആരെങ്കിലും എൻ്റെ കൈ പിടിച്ചാൽ മാത്രമേ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഞാനപ്പം പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് തന്നെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ ഇന്ന ടെൻഡൻസികളുണ്ടാകും. എൻ്റെ കണ്ണ് ചെറുതായിട്ട് മങ്ങും, കാഴ്ച ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ആരുടെയെങ്കിലും ഒരു സഹായം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. എന്നാൽ കൃപയാൽ അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. അടുത്ത ധ്യാനം ഒക്ടോബർ 6 മുതൽ 11 വരെ. ഏകദേശം ഒരു 3.5 മാസത്തിന് മുമ്പ് എന്നൊരു ലോറി ഒന്ന് ഇടിച്ചായിരുന്നു കാലില്. അപ്പൊ എനിക്ക് ആ ഭയം വിട്ടുപോയിട്ടില്ല. ഈ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ സ്വപ്നത്ത് ഞെട്ടി എണീക്കുന്നുണ്ട്. ഇപ്പം ആ ഭാരം ഒന്ന് ഇറങ്ങിപ്പോയ പോലെ ഒരു കുളിർമ. എനിക്ക് ഇവിടെ എല്ലാം ഭയങ്കര മൊത്തം വേദനയായിരുന്നു. എന്നിട്ട് വേദനയൊക്കെ മാറി. എനിക്ക് വന്നതിന് ശേഷം മാറി, ഇന്ന് കംപ്ലീറ്റ് മാറി. എൻ്റെ മനസ്സിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയവരായി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് എന്നെ വീട്ടിലേക്ക് വിടല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനെനിക്ക് നല്ല മാറ്റമായി. ഇതൊരു ഭാരമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഇവിടെ ഈ പ്രാർത്ഥിച്ച് പാസ് ആ തലയിൽ കൈവച്ച സമയത്ത് എൻ്റെ നിൽക്കാൻ പറ്റാത്ത ചൂടടക്കമുള്ള ഒരു തെരിപ്പാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഒരു ഭയം ഉണ്ടായിരുന്നു വരുമ്പോൾ. പക്ഷേ ആ ഭയം ഇവിടെ ശുശ്രൂഷ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആ ഭയമൊക്കെ എന്നെ ഉൾവിട്ട് പോയി. ഞാൻ വളരെയധികം ഭാരങ്ങൾ എൻ്റെ മനസ്സിനകത്ത്, വളരെയധികം വേദനകൾ, പല വിചാരങ്ങൾ ഒക്കെ ആയിട്ടാണ് ഞാൻ കടന്നു വന്നത്. എങ്കിലും ധ്യാനം കൂടിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഭാരമെല്ലാം കർത്താവ് എടുത്തു മാറ്റി. എൻ്റെ മനസ്സ് ഫ്രീ ആയി. വളരെ സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വചനം ഇത്ര ദിവസം കേട്ടു, ഭയങ്കര ഒരു എനർജിയായി. ഇവിടെ ഈ ധ്യാനത്തിലൂടെ വന്നതിലൂടെ എൻ്റെ ഉള്ളിൽ பயங்கரமாயிட்ட ஹிருதயத்தில் பாரமாയിരുന്നു. தெய்வ பாரவெல்லாம் எடுத்து மாற்றி. என் பேர் வினோத், துபாயில் வேலை பார்க்குறேன். என்னுடைய ஸ்டேட் தமிழ்நாடு. பல பேர் கேட்டாங்க, என்ன நீங்கள் ராஜ்யம் விட்டு ராஜ்யம், ஸ்டேட்டு விட்டு ஸ்டேட்டு வந்து வசனம் கேட்குறீங்க அப்படின்ட்டு. என்னுடைய ஜீவிதத்தில் நான் எங்கேயும் கேட்காத ஒரு காணாத சுவிசேஷமான எர்ணாகுளத்தில் பூக்காட்டு வழியில் பஞ்சாயத்து ரோடுங்கிற ஒரு தியானந்திரத்தில் நான் கேட்டது. என்னை சிருஷ்டித்த பிதாவாகிய தேவன் என்ன அப்பனை குறிச்சும் அப்பனுடைய வீட்டுக்கு போகக்கூடிய புத்திரனாகிய இயேசுவினை குறிச்சும் ஒரு சன்னிவேசம். அது എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ അനുഗ്രഹമായി ഇരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇത്ര ദൂരം വന്നാലും എൻ്റെ അപ്പൻ എനിക്ക് കിട്ടി. ഈ അവസരം നഷ്ടമാക്കരുത്.